ലോകപ്രസിദ്ധമായ മസായിമാര, അവിടുത്തെ കാടും മൃഗങ്ങളും പിന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മസായി വാരിയേഴ്സും. ഇനിയുള്ള 3 ദിവസം നമ്മൾ ഇവിടെയാണ്. നേരം പരപരാ വെളുത്തപ്പം തന്നെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാൻഡ് ക്രൂസറും മസായി ഗൈഡ്സും എത്തി. ഒലോലോമുട്ടിയ ഗേറ്റിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഒരാൾക്ക് $100 ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ മസായി കാട്ടിലേക്ക് കയറി. അപ്പം നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു. 6:30 ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ ഇത് എൻ്റർ ചെയ്ത് നമ്മുടെ ലാൻഡ് ക്രൂസറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ലാൻഡ് ക്രൂസർ നമുക്ക് മാത്രമായിട്ട് റെൻറ്റ് ചെയ്താണ്, ഷെയർഡ് വൺ അല്ല എടുത്തത്. അപ്പോൾ ഇതാ ഇവിടുത്തെ ലാൻഡ് ക്രൂസേഴ്സിനൊക്കെ റൂഫ് ഓപ്പണിംഗ് ആണ്. ഇതേപോലെ സീറ്റിൽ കയറി നിന്നിട്ടാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ആരാണ് നടന്ന് വരുന്നത്? സിംഹത്തിനെ നമ്മൾ സ്പോട്ട് ചെയ്തേക്കാണ്. വളരെ ക്ലോസ് ആയിട്ട് ഹാർട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ ക്ലോസ് ആയിട്ട് ഷാർപ്പ് ലുക്കാണ് കേട്ടോ തരുന്നത്. മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. സഫാരിക്ക് വരുമ്പം തന്നെ നമുക്ക് കിട്ടുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ബ്രൈറ്റ് കളർ ഡ്രസ്സസ് ഇടാൻ പാടില്ല, പിന്നെ ഒരിക്കലും മൃഗങ്ങളുമായിട്ട് ഐ കോണ്ടാക്റ്റ് വരരുത്, സൗണ്ട് ഉണ്ടാക്കി അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ഗൈഡ്സ് പറയുന്ന സ്ഥലത്തല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. കാരണം അത്ര ക്ലോസ് ടച്ചിലാണ് ഈ പറയുന്ന ഈ പ്രിഡേറ്റേഴ്സൊക്കെ നമ്മളെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പാലിക്കേണ്ടത്. പല അറ്റാക്സും നടന്ന ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് ഇവർ നമുക്കിത് പറഞ്ഞു തരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ലയൺ 3 വയസ്സുള്ള ലയനാണ്. അത്ര ഫീമെയിൽ അല്ലേ? ഫീമെയിൽ 3 വയസ്സാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 വയസ്സുള്ള ഫീമെയിൽ ലയണിനെ കേട്ടോ നമ്മളിപ്പോൾ കണ്ടേ. നമ്മൾ ഗേറ്റ് കടന്ന് വിത്തിൻ മിനിറ്റ്സ് ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്ത് ബിഗ് 5-ലെ ഒന്ന് ലയണാണ്. അപ്പോൾ ബിഗ് 5-നെ കംപ്ലീറ്റ് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. പക്ഷേ ഈ പാർക്കിൽ റൈനോസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അത്ര ലക്കി ആണെങ്കിൽ നമുക്കിന്ന് ബിഗ് 5-നെ ഇവിടെ വെച്ച് തന്നെ കാണാം. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ലയൺ ഇരിക്കുന്ന പാറയിലേക്കാട്ടോ നമ്മളെ വണ്ടി കയറ്റി നിർത്തിയേക്കുന്നത്. നമ്മളിപ്പോൾ 2 മെയിൽ ലയൺസിനും കൂടെ കണ്ടേക്കാട്ടോ. ഇതേ ഇപ്പോൾ ഒന്നിതാ നമ്മുടെ ഈ ബാക്കിലുള്ള ഈ പാറയിൽ കിടക്കുന്നു, പിന്നെ ഒന്നിതേ അവിടെ കണ്ടോ അവിടെ കിടക്കുന്നു. നല്ല സൂപ്പറായിട്ട് വെയിൽ കൊണ്ട് കിടക്കുക. ഈ കണ്ട ജീപ്പ് ഫുള്ള് ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിർത്തിയേക്കാം. പക്ഷെ അതിനൊരു മൈൻഡേ ഇല്ല. കേറുന്നില്ല. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ലാൻഡ് ക്രൂസേഴ്സ് തന്നെ ഓപ്റ്റ് ചെയ്യണം കേട്ടോ. വാൻ ഓപ്റ്റ് ചെയ്താൽ വരാൻ പോകുന്നൊരു പ്രശ്നമാണിത്. കാരണം ഇത് ഓഫ് റോഡിങ്ങാണ്. പല സ്ഥലത്തും ചളിയും വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അവിടെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ലാൻഡ് ക്രൂസറാണ് ബെറ്റർ. ഇനിയിപ്പോൾ ഇവിടെ കുറേ നേരം എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ റീറൂട്ട് ചെയ്ത് വേറെ വഴിയിലൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓസ്ട്രിച്ചിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് ഫീമെയിൽ, ഗ്രേ കളറ്, മെയിൽ ബ്ലാക്ക് കളറ്. ഈ മസായിമാർ ഈ ബിഗ് 5-നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ മൃഗങ്ങളെയും തപ്പി കൊണ്ടുപോകുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കി മൃഗങ്ങളെയും കാണാം. ഇതേ ചീറ്റേനെയും നമ്മൾ സ്പോട്ട് ചെയ്തു. ചീറ്റ ഈ മരത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചീറ്റേനെ നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേപോലത്തെ കുഞ്ഞി കുറ്റിച്ചെടിയിൽ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റൂല. 6:30 സ്റ്റാർട്ട് ചെയ്ത ഗെയിം ഡ്രൈവ് ഇപ്പോൾ 11 മണിയായി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഏരിയ കൂടിയാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു ഷെഡ് ഉണ്ട്, പിന്നെ ഇവരിങ്ങനെ ഇവിടെ അവരുടെ സൊവനീർസ് വെക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഈ സ്പോട്ടിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നൈറോബിയിൽ നിന്ന് ആളുകളെ ഡയറക്റ്റ് ചെറിയ ഫ്ലൈറ്റ് വഴി മസായിമാര കാടിൻ്റെ നടുക്ക് കൊണ്ട് ഇറക്കി. അതേപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് നൈറോബിയിലേക്ക് പിക്ക് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇവിടെ ഗെയിം ഡ്രൈവിന് വന്ന ആൾക്കാരാരൊക്കെയാണെന്ന് കാണിച്ചു തരാം. മസായിസിൻ്റെ കൂടെയാണ് നമ്മൾ വന്നത്. ഇതാണ് ജാക്സൺ ബ്രോ, ജാക്ക്, ആൻഡ് ഇത് ഇമ്മാനുവൽ, ഇമ്മ. അപ്പോൾ ഇവരെ കൂടിയാണ് കേട്ടോ നമ്മൾ വന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. Oke, tongkar ini Haji Jackson.
His name is Jackson. ഓക്കെ Kitty game He's at Game Drive. ഓക്കെ ngira aing'oru ng'uesi lowuarak irng'atunyo He's searching for lions, buffaloes, chui leopards. ലെപ്പോർഡ് ശരി ya so pookin kindipa pookin. All of them, we are searching for them. ഓക്കെ Yeah. So this game drive is all about morning to evening. We are searching for big five. Yeah. Yeah, this is that's now it. for we are searching. ബിഗ് ഫൈവിൽ ലയോണും എലിഫൻറ്റും ബഫലോയും ലെപ്പോർഡും റൈനും ആണ് കേട്ടോ വരുന്നത്. പിന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ സ്പോട്ട് ചെയ്യും. ഒരേ നമ്മൾ കണ്ട പ്രിഡേറ്റേഴ്സിനെ തന്നെ നമ്മൾ എത്ര തവണ കാണുക അതായത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു ലയോണും ഒരു ഫീമെയിൽ ലയണും കൂടെ നമ്മൾ വീണ്ടും സ്പോട്ട് ചെയ്തു. ഇതേപോലെ ലെപ്പോർഡ്, സീബ്ര, ഹൈന, ഗൂസ്, ഫോക്സ്, വൈൽഡ് ബോർ, അങ്ങനെ വേണ്ട ഒരുപാട് മങ്കീസ് കുറച്ച് കുറവാണ് കേട്ടോ. ജിറാഫ്, ഇതൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ആനക്കൂട്ടത്തിൻ്റെ അടുത്തെത്തിയതാണ്. കൂടെ ആനക്കുട്ടികളും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു കൂട്ട ആനകൾ ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ. ഈ എലിഫൻസ്, ഈ കുട്ടി എലിഫൻസിനെ, ഈ ബേബി എലിഫൻസിനെ അവർ നമുക്ക് ഐസൈറ്റേ തരില്ല കേട്ടോ. അവർ മറിച്ചാണ് നടക്കുക. ലഞ്ച് ടൈമിൽ നമുക്ക് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് റിസോർട്ടിൽ നിന്ന് ഫുഡ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. സാൻഡ്വിച്ച്, സ്നാക്സ്, ജ്യൂസ്, ഫ്രൂട്ട്സ്, ചിക്കൻ എല്ലാം ഉള്ളൊരു മീലാണ്. അത് നമുക്കും ഉണ്ടാവും, നമ്മുടെ കൂടെ വരുന്ന ഈ ഗെയിം ഡ്രൈവേഴ്സിന്, ഗൈഡ്സിനും ഉള്ളത് അവർ വെക്കും. ore oshi irmaasai naa kisho kuna tokitin kunoononko. See? Yes. Very beautiful, very beautiful. ലൈഫൊക്കെ ഉണ്ട്. Alda. കാലത്ത് ഇവർ മൃഗങ്ങളെ വേട്ടയാടാനാണ് ഈ വാൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പം മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഫ്രീ ആയിട്ട് തന്നെ ഒരു പ്രീമിയം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. These are the hippos. Okay. And the others are the Egyptian goose. ഈജിപ്ഷ്യൻ ഗൂസ്, Yeah, or geese. ഗീസ്. ഹിപ്പോ പോണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാം കേട്ടോ. മറ്റ് സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഹിപ്പോസിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഈ കണ്ടില്ല, ഒരു പോണ്ടിൽ ഈ ഗ്രൂപ്പ് മൊത്തം ഒരു ഫാമിലിയാണ്. ഇതിലൊരു മെയിൽ ഉണ്ടാവും, ബാക്കി ഫുള്ള് ഫീമെയിൽസും കിഡ്സും ഒക്കെയാണ് ഉണ്ടാവുക. ഇതേപോലെ തന്നെ ഇത്ര മീറ്റർ കഴിയുമ്പോൾ പല ഗ്രൂപ്പായിട്ടാണ് ഹിപ്പോകൾ ഉണ്ടാവുക. നമ്മളിപ്പം മസാരി മാരയിലെ മാര റിവറിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് മെയിൻലി നമുക്ക് മൈഗ്രേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ മൈഗ്രേഷൻ ഏതൊക്കെ സീസണിലാണെന്ന് സാർ പറഞ്ഞു സർ. So on July they come from this side of Serengeti, they come and cross this Mara River, and then on August all of them in Masai Mara. Then September they use another route to go back to Serengeti. So here in Kenya only 3 months. 3 months കേട്ടോ. 7th വണ്ടർ ഈ പറയുന്ന ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ നിന്നും നമ്മുടെ ഈ കെനിയയിലേക്ക് വരുന്ന ജയന്റ് മൈഗ്രേഷനാണ് വൈൽഡ് ബീസ്റ്റിന്. അപ്പോൾ ആ വൈൽഡ് ബീസ്റ്റിനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ക്രോക്കഡൈൽസിനാണ് നമ്മളിപ്പോൾ. ക്രോക്കഡൈൽ നല്ല ഉറക്കത്തിലാണെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് വരെ വന്ന് നോക്കുകയാണ്. ഉറക്കം തന്നെയാണെന്ന് തോന്നുന്നു. 40 ദിവസം ഉറങ്ങുന്നല്ലേ പറഞ്ഞത്. പിന്നെ ഈ ക്രോക്കഡൈലിൻ്റെ ഹാബിറ്റ് പറയുകയാണെങ്കിൽ ഇവർ സാധാരണ ഗ്രൂപ്പായിട്ടല്ല കേട്ടോ, സിംഗിളായിട്ടാണ്. പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ ഈ കരയിൽ കണ്ടാൽ പിന്നെ അവർക്ക് ഫുഡ് കിട്ടുന്നത് കുറച്ച് അപ്പുറമാണെങ്കിൽ ഇവർ നേരെ അപ്പുറത്തേക്ക് പോകും, അങ്ങനെയാണ്. അതായത് ഇവരൊരു ഗ്രൂപ്പ് ലിവിങ്ങിലല്ല ഉള്ളത്. വൈൽഡ് ബീസ്റ്റിൻ്റെ സ്കെലിറ്റനാണ്. ഇതാണ് മൈഗ്രേഷൻ ടൈമിൽ ഈ മാര റിവറിലൂടെ വരുന്ന ആനിമൽ. തൃശ്ശൂർ പൂരത്തിലെ ആനകളെ നിർത്തിയതാണ് കേട്ടോ സർ. So this is how you use the elephant in your festival. Yes. But here in Kenya you are asking the animal. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അത് കണ്ട ആൾ ആകെ ഞെട്ടിപ്പോയി. നമ്മൾ മൃഗങ്ങളെ ഹരാസ് ചെയ്യാണെന്നാണ് ആള് പറയുന്നത്. Kill them. This is a world famous festival, Thrissur Puram. And they have some tags. Yeah, everyone. So they are well trained. Well trained. Yeah. Good. നമ്മൾ ഗെയിം ഡ്രൈവിന് മാരാ റിവറിൽ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചേഴ്സിന് ഒരു 500 Kenyan shillings കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ക്രോക്കഡൈലിന്റെയും ഹിപ്പോന്റെയും വളരെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഇവിടെ വന്ന് നമ്മൾ ഈ റിവർ കാണുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യാം. ഡ്രൈവിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നല്ല ഗൈഡിനെ കിട്ടാന്നുള്ള കേട്ടോ. ഇപ്പം നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. കാരണം ഇവർ മസായിസ് ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ സ്പോട്ടും കറക്റ്റായിട്ട് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ബഫലോ കൂട്ടാണ് കേട്ടോ. ഇവരാണ് നമ്മുടെ പ്രിഡേറ്റേഴ്സിൻ്റെ ഇരകൾ. ഈ പറയുന്ന ലയോണും ചീറ്റൊക്കെ ഇവരെയും പിന്നെ മറ്റേ വൈൽഡ് ബീസ്റ്റിനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത്. പക്ഷേ ഇവർ ഒറ്റക്കാണെങ്കിലേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കൂട്ടത്തോടെയാണെങ്കിൽ ഇവർ നന്നായി പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്.
ഈവനിങ് ആയി തുടങ്ങി നമ്മൾ ഒരുപാട് മൃഗങ്ങളെ റിപ്പീറ്റഡ്ലി കണ്ടു. ഗൈഡ്സ് സാധാരണ വണ്ടികൾ സ്ട്രെയിറ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ ഗൈഡ്സ് ഏതൊക്കെയോ വഴിയിലൂടെ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് തനി വഴിയിലൂടെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അത് ഇവരുടെ ഒരു പ്രത്യേകത. എങ്ങനത്തെ മസായി ഗൈഡ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കറക്റ്റ് റൂട്ടല്ല, അവർക്ക് അവരുടെ റൂട്ടിലൂടെ അവർ ഈ കാട്ടിലൂടെ ഓഫ് റോഡിംഗ് ഒക്കെ എടുത്തു പോകാൻ അവർക്ക് പറ്റും. ബാക്കിയുള്ളവർ സ്ട്രെയിറ്റ് റൂട്ട് മാത്രമേ പോവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റേ അല്ല, ഗ്രാസി ലാൻഡാണ് ഇത്. നമ്മൾ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഗിർ വനത്തിലൊക്കെ ഇതേപോലത്തെ ഗുജറാത്തിൽ കുറച്ച് ഇങ്ങനെ ഗ്രാസി ഫോറസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ മൃഗങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിലും കാണാൻ പറ്റില്ല, ഇത് ഇതേപോലെ ഇരിക്കുന്നുണ്ടാവും. വീണ്ടും ഒരു ലേഡി ലയോൺ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ അതെ നമ്മളെ വണ്ടിയാണ്, മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മസായി ഇവിടേക്ക് തപ്പി കൊണ്ടുവരും കേട്ടോ, കാട്ടിൻ്റെ അകത്തേക്കൊക്കെ. അങ്ങനെ എത്തിയതാണ്. ഇതേ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നത് വെരി ക്ലോസ്. ഇതെന്താ ഇത് കണ്ട, തൊട്ടടുത്തൊരു ലയോൺ കിടക്കുക. ശരിക്കും മൃഗങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ മൃഗങ്ങളുടെ ഒരു രാജ്യത്ത് വന്ന പോലെ ഇവിടെ നമ്മൾ കുറവും അവർ കൂടുതലുമാണ്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ 2 മെയിൽ, അത് നമ്മൾ നേരത്തെ ആ പാറയിലിരിക്കുന്ന കണ്ട ലയോൺസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പാണ്, ഇവർ 16 പേരാണുള്ളത്. അപ്പോൾ അവർ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണുന്നതിലൊരു ഭയങ്കര കൗതുകമാണ്. കാരണം നമുക്കിത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. സൂലൊന്നും പോയാൽ ഇവരൊരു ചെറിയ കേജിലല്ലേ ഇടുന്നത്. ഇവിടെ ഇവർ ഇവരുടേതായ രാജ്യത്ത് ഇവരുടേതായ രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ സൂപ്പർ കാഴ്ച കേട്ടോ. അപ്പം നമ്മൾ മാര റിവറിൽ ക്രോസ് ചെയ്ത് വരുന്ന വൈൽഡ് ബീസിനെ പറ്റി നേരത്തെ പറഞ്ഞില്ലേ, ദേ ആ ടീംസാണ് ഈ ഇരിക്കുന്നത്. ഈ ജൂലൈ ലാസ്റ്റ് തൊട്ടിട്ട് ഇവരാണ് ടാൻസാനിയയിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കൂട്ടം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മില്യൺസ് ഓഫ് ഇതേപോലത്തെ വൈൽഡ് ബീസ്റ്റുകളാണ് ക്രോസ് ചെയ്യുക. അവർ ക്രോസ് ചെയ്യുന്ന വെയിറ്റ് ചെയ്തിട്ടാണ് ആ കരയിൽ ആ മുതലകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കെനിയ ടാൻസാനിയ ബോർഡർ. ഇപ്പം നമ്മളുടെ ലൊക്കേഷൻ കണ്ടില്ലേ, വി ആർ ജസ്റ്റ് ഹിയർ, ദിസ് ഇസ് ദ ബോർഡർ ലൈൻ. ആൻഡ് റിയൽ ആയിട്ട് കാണാം. Yeah. Oh, you're Tanzania. No. Tanzania. Oh no. അവരെല്ലാരും ഇപ്പൊ അവിടെ നമ്മുടെ ഗൈഡ്സ് ഭയങ്കര ജോളി ടീമാട്ടോ. ഫുള്ള് പാട്ടും ഡാൻസും പിന്നെ നമ്മളെ കളിയാക്കലും ഒക്കെ കൊണ്ട് നമ്മളെ ട്രിപ്പ് 12 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. Go back to India, greet your friend and tell them we are 2 guides here, Emmanuel Now, and Jack. see Emmanuel, we are telling it right now in front of you. Our people will see this. Yes, just go to India, greet those people and tell them there are 2 guides Yes. from Masai Mara, Jack and Emmanuel or Emma. Yeah. They are good guides. Yeah. Yes. അപ്പോൾ ഇതാണ് നമ്മുടെ മസായി ഗെയിം ഡ്രൈവ്. നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു 2 ദിവസം ചെയ്യണമെന്ന്, പക്ഷേ 1 ദിവസം മതി. എല്ലാം കണ്ടു, ഫുള്ളി സക്സസ്ഫുൾ അല്ലേ അജ്മൽ? യെസ്, ഫുൾ സക്സസ്ഫുൾ ട്രിപ്പായിരുന്നു. താങ്ക്സ് ടു എമ ആൻഡ് ജാക്ക് ബ്രോ. ഇവരാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ട് കാണിച്ചത്. സൂപ്പറായിരുന്നു. ക്യാമ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു മസായി വില്ലേജിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ മസായി, നമ്മുടെ റിസോർട്ടിലെ വാച്ച്മാൻ. അപ്പോൾ ഇയാളോട് വഴി കാണിച്ചു കൊടുക്കാൻ നമ്മളെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഷയും അറിയാത്ത ഊരിൽ ഇവർക്ക് ഭാഷ അറിയുന്നില്ലേ. നെയിം 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 Lengu. റങ്കു Lengu. ലെങ്ങു Lengu. ലെങ്ങു. ഓക്കെ. ഫുഡ് Yo. ഓ ഓ നമ്മളെ തേന്മാവിങ് അങ്ങനത്തെ മോഹൻലാൽ എന്താ വെച്ചാലും യോ എന്ന് പറയില്ല, അതേപോലെയാണ് ഈ അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യോ യാ യോ ഹോം Yeah. ഹോം. Home. Lengu. ആ കേട്ടോ, അല്ല അതല്ല മനസ്സിലായത് വേറെ എന്തോ ആണ്. ഓക്കെ, അവിടെ എത്തുമോ നോക്കാം. ഞാൻ ഒറ്റക്കല്ലോ, ഇവിടെ ഒരാള് 1-2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ചലോ, നമ്മൾ മസായി വില്ലേജിലെത്തി. മസായി വില്ലേജിലേക്ക് എൻട്രി ചെയ്യാണ്. ഡാൻ ആളാണ് നമുക്കെന്ന് പറഞ്ഞത്. ഹായ് ഡാൻ. Sopa Hizalo. We say Sopa Hizalo in our language. ഓക്കെ Sopa Hizalo, Ashe, thank you, bye bye, Oliseri. ഓക്കെ So maybe for the time I'll teach you some words, okay?
So be ready to learn with us. യെസ് വി ആർ ബോൺ റെഡി. ഓക്കെ, അപ്പോൾ ആളാണ് നമ്മുടെ ഈ ടൂറിൻ്റെ ഗൈഡ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് എൻ്റർ ചെയ്തു. ഇനി ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Yana walanga ready. Aw yana warar bugay. Aw yana la warar magaw. Alama yolo legin bay. Anyana bona banji. Gonya gere merra. Bagi yagala gwanyangom. Amaru jaldagi gay. Maga yala kana merulway. Sarganga banne. Berwajal abri musi. Bile bile dinigi gan. Amiji emberende yaba. Radi gonya gadoro. Wara bandara baban. Aw yana ganyo. Aw yana walanga ready. Aw yana warar lele rayeli yara aba alaage beru gormara ando horbuli alimullo ga seegi himma ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവരുടെ ട്രഡീഷണൽ മാറ ഡാൻസ്, മസായി ഡാൻസ്. പിന്നെ ഈ ജമ്പിങ് കണ്ടില്ലേ, ഡാൻസിലെ ജമ്പിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ജമ്പിങ് എന്താണെന്ന് വെച്ചാൽ ഏതൊരാളാണോ ഏറ്റവും ഉയരത്തിൽ ജമ്പ് ചെയ്യുന്നത് അവർക്ക് കുറച്ച് സ്ത്രീധനം കുറയും. അതായത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ 10 പശുവിനെ അവർ കൊടുക്കണം. ഡൗറി എന്ന് പറഞ്ഞാൽ പശുവാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ ചാടുന്നതിനനുസരിച്ചിട്ട് പശുവിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നല്ല രസകരമായ ആചാരങ്ങൾ അല്ലേ. Zinchari, that's when he or she can be These sent all out. things will be learned in 3 years. Or within the 3 years while we are in the bush. 14 വയസ്സായ ഈ ബോയ്സിനെ ഇവർ 3 വർഷമാണ് ഈ സെറിമണി ടൈം. അപ്പോൾ ആ സമയങ്ങളിൽ ഇവരുടെ ഗ്രൂപ്പിലെ എൽഡേഴ്സിൻ്റെ കൂടിയാണ് ഇവർ നടക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഈ നൈഫ് യൂസ് ചെയ്യാൻ, ഇവരുടെ ബോ യൂസ് ചെയ്യാൻ, കാട്ടിൽ പോവാൻ, കാട്ടിൽ പോയി വേട്ടയാടാൻ, പിന്നെ അത്യാവശ്യം ചികിത്സ, ഫസ്റ്റ് എയ്ഡുകൾ ഇതെല്ലാം പഠിപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഒരു പക്ക ട്രഡീഷണൽ ട്രൈബൽ ലിവിങ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവർ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ഫയർ ഉണ്ടാക്കും എന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പോൾ 2 വുഡ് തമ്മിൽ ഒരു ഫ്രിക്ഷനിലാണ് ഇവരുണ്ടാക്കുന്നത്. താഴെ ഇവരൊരു മെറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കത്തി, ഇവരുടെ കയ്യിലൊരു നൈഫാണ് വെക്കുന്നത്. എന്നിട്ട് സാധാരണ ഒരു സോഫ്റ്റ് വുഡിൻ്റെ മേലെ ഒരു അക്കേഷ്യ പോലത്തെ ഒരു വുഡാണ് അവരിട്ട് തിരിക്കുന്നത്. ഓ, ഇതെന്നാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ പൊടി, എന്നിട്ട് ആ പൊടി അവരൊരു ഡ്രൈ വുഡ് ചീളിലേക്ക് ഇടും കേട്ടോ. നല്ല ഉണങ്ങിയ നമ്മളെ ചകിരിയിലേക്ക് ഇടാം. യു ആർ ലേണിംഗ് അവർ ലാംഗ്വേജ്. എന്നിട്ട് ഊതും. ഊതും മീൻസ് ബ്ലോയിങ്, ഊതുക. Barbecue. Barbecue. Now I can survive in a forest without matchbox. വീട്ടിൽ ഇനി തീപ്പെട്ടി വേണ്ട. No fire max in our kitchen, only this. രാവിലെ തുടങ്ങിയ വൈകുന്നേരം ചായ ഉണ്ടാക്കാം. See? അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ തീയാണ് ഈ കത്തുന്നത് കൂട്ടുകാരെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ കാട്ടുപോയാൽ ചെയ്യുന്ന ഫയർ ഉണ്ടാക്കുന്ന മെത്തേഡ്. So you're welcome and remember to mind your head here. Thank you. ഇതാണ് ഒരു ടിപ്പിക്കൽ മസായിൻ്റെ വീട്. അപ്പം നേരെ കാണുന്നത് തന്നെ ഈ ചെറിയ റൂമിലാണ് അവരുടെ ആടുകളെ സൂക്ഷിക്കുന്നത്. പിന്നെ അകത്ത് ചെന്നാൽ ഒരു കുഞ്ഞ് 3 റൂമുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹോള് പോലെ. അവിടെ ഈ കിച്ചൺ ഷെൽഫും ഈ കിച്ചണുള്ളത്. റൂംസൊക്കെ വളരെ ചെറുതാണ്. അവരുടെ ആ ഒരു ഹൈറ്റും അവരെല്ലാവരും മെലിഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 2 പേർക്ക് ഒരു റൂം കിടക്കാം. നമ്മൾ ആസാമിലും മാജുലി ഐലൻഡിലൊക്കെ ഇതേപോലത്തെ വീട് കണ്ടിട്ടുണ്ട്. അവർ മഡ്ഡോണ്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ഫ്ലഡിലും ബ്രഹ്മപുത്ര കര കഴിയുമ്പോൾ അവർ വീട് ഒലിച്ചു പോകുന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെയാണ്. പിന്നെ ഈ സ്റ്റൈൽ റൂഫ് നമ്മൾ കശ്മീരിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ വില്ലേജുകളുടെ ഉള്ളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റൈലൊക്കെ തന്നെയാണ് ഇവരും കീപ്പ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന വില്ലേജ് ഉണ്ടല്ലോ, ഇതൊരു 9 വർഷം വരെയൊക്കെ ഒരു പൊസിഷനിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ഇതേപോലെ മറ്റൊരു ഗ്രൗണ്ടിലേക്ക് മാറ്റും. അതിൻ്റെ കാരണം ടെർമൈറ്റ് അറ്റാക്കാണ്. ഇവരുടെ ഈ വീട് കണ്ടില്ലേ, കമ്പൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെർമൈറ്റ് അറ്റാക്ക് വരുമ്പോൾ ഇവർ മാറുന്നു. അപ്പോൾ ഇതാണ് ഒരു മസായി
ഇങ്ങനത്തെ 500ഓളം വില്ലേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മസായി വില്ലേജ് ഇപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ പല വില്ലേജും വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്. നമ്മളിപ്പോൾ 3000 കെനിയൻ ഷില്ലിങ്സാണ് 2 പേർക്ക് കൊടുത്തത്. അത് കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ഇവരുടെ സുവനീർസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവരെ കൾച്ചറും വീടും തീ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ച ഒരു ഇവൻറ്റ് പോലെ, ഒരു ആക്ടിവിറ്റി പോലെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് മസായി ലേഡീസ് കേട്ടോ. ഈ മസായി സ്ത്രീകളെ കാതാണ് ഏറ്റവും സ്പെഷ്യൽ. അവരൊരു ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ ചെയ്യുന്നില്ല, പക്ഷേ പണ്ടുള്ള ജനറേഷനിലെ ആളുകളൊക്കെ ഇതേപോലെ വലിയ തോടൽ പോലെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ലേഡീസ് ഇങ്ങനത്തെ മാല, വള, സുവനീർസൊക്കെ വിൽക്കുന്നുണ്ട്. അത് ഏത് മസായി വില്ലേജ് പോയാലും നമുക്ക് വാങ്ങാനും പറ്റും കേട്ടോ. ചാണകം ചവിട്ടി. അപ്പോൾ ഇവർ പറയണം ഗുഡ് ലക്കാന്ന്. യെസ്, ഷാൽ വി ഗോ? ഓക്കെ. ഇയാൾക്കും ഗുഡ് കിട്ടിയല്ലോ, ഇയാളും ചാണകം ചവിട്ടി. ഓക്കെ, അപ്പം നമ്മളിതാ ഈ മസായി വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ മസായിമാരും മസായി വില്ലേജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇപ്പോൾ ചെയ്തോ കേട്ടോ. അപ്പോൾ കെനിയയിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് എ സൈനിങ് ഓഫ് അപർണ ആൻഡ് അജ്മൽ.